മലപ്പുറം താലൂക്ക് ആശുപത്രിയിലെ അഡ്മിഷനും ശസ്ത്രക്രിയകളും നിർത്തിവെച്ചതിനെതിരെ ആശുപത്രി സംരക്ഷണ സമിതി പ്രതിഷേധവുമായി രംഗത്ത്. കെട്ടിടത്തിനായി അനുവദിച്ച കേന്ദ്ര ഫണ്ട് ലഭ്യമാക്കുന്നതിന് നഗരസഭ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് സമിതി ചൂണ്ടിക്കാട്ടി. ഇപ്പൊ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്തും ഒരു അഡ്മിഷൻ പോലും സൗകര്യം ഇതുവരെ ഏർപ്പെടുത്തിയില്ല. നിലവിലെ ഒരു സിറ്റുവേഷൻ എന്താ വെച്ചാൽ നഗരസഭ ചെയർമാനെ ഇതിനു മുന്നേ പ്രഖ്യാപിച്ചു, പിന്നെ തീരുമാനമെടുത്തു, ഉടൻ നടപ്പാക്കുന്നു പറഞ്ഞിട്ട് പോസ്റ്ററൊക്കെ വെച്ചു. ഇന്നലെ തീരുമാനമെടുത്തു, ഇന്ന് നടപ്പാക്കും പറഞ്ഞിട്ട് പോസ്റ്ററൊക്കെ വിട്ടു. ആ പോസ്റ്ററിന്റെ അടിസ്ഥാനത്തിൽ ഒരു ബിൽഡിംഗ് ഏറ്റെടുത്തുവെന്നും ആ ബിൽഡിംഗിൽ ഉടൻ അഡ്മിഷൻ സൗകര്യം 100ഓളം രോഗികൾക്ക് അഡ്മിഷൻ സൗകര്യം ഏർപ്പെടുത്തുമെന്നും ഒക്കെ പ്രഖ്യാപിച്ചു. പക്ഷെ നാളിതുവരെ ആയിട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസറും ആശുപത്രി സൂപ്രണ്ടും അടക്കം അവിടെ നടത്തേണ്ട ഭൗതിക സൗകര്യങ്ങള്, നിലവിൽ നടത്തി കൊടുക്കേണ്ട സൗകര്യങ്ങള്, എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് വ്യക്തമായ കത്ത് 2 കൂട്ടർ നൽകിയിട്ടും നഗരസഭ ഇതുവരെ മറുപടി കൊടുത്തിട്ടില്ല. 1.5 വർഷത്തിലേറെയായി ആശുപത്രിയിലെ അഡ്മിഷൻ നിലച്ചിരിക്കുകയാണെന്നും ഇതിനു കാരണം പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണെന്നും സമിതി ആരോപിക്കുന്നു. രോഗികൾക്ക് ബദൽ സംവിധാനം ഒരുക്കുന്നതിനോ അഡ്മിഷൻ പുനരാരംഭിക്കുന്നതിനോ യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്ന് സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നിലവിലെ കെട്ടിടം പൊളിച്ചുമാറ്റുന്ന സാഹചര്യത്തിൽ പുതിയ കെട്ടിടം പൂർത്തിയാക്കാൻ വർഷങ്ങളെടുക്കും. ഈ കാലയളവിൽ മലപ്പുറത്തെയും സമീപ പഞ്ചായത്തുകളിലെയും ജനങ്ങൾക്ക് ചികിത്സാ സൗകര്യം പൂർണ്ണമായും നഷ്ടമായിരിക്കുകയാണ്. ബ്ലഡ് സ്റ്റോറേജ് സംവിധാനവും അടച്ചിട്ട ഓപ്പറേഷൻ തിയേറ്ററും പ്രവർത്തിക്കാത്തതിനാൽ സർജറികൾ പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുകയാണ്. കൂടാതെ കെട്ടിടത്തിനായി അനുവദിച്ച 9.72 കോടി രൂപയുടെ കേന്ദ്ര ഫണ്ട് DPR മാറ്റിയതിനാൽ മൈനോറിറ്റി കമ്മീഷൻ മരവിപ്പിച്ചിരിക്കുകയാണ്. ഫണ്ട് ലഭിക്കുന്നതിനും നഗരസഭ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് സമിതി ചൂണ്ടിക്കാട്ടി. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അവസ്ഥയും സ്റ്റക്കായിട്ട് ഇന്നും ഒരു അഡ്മിഷൻ സൗകര്യം പോലും എക്സ്ട്രാ നഗരത്തില് പാവപ്പെട്ട രോഗികൾക്ക് ഏർപ്പെടുത്താതെ നിലവിൽ എല്ലാ സർജറികളും 10 പേര് സർജറിക്ക് വന്ന 8 പേര് മടക്കി അയക്കുന്ന സാഹചര്യമാണ് താലൂക്ക് ആശുപത്രിയിലുള്ളത്. നമ്മൾ ആശുപത്രി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ എത്രയും വേഗം ഈ തദ്ദേശ തുടർന്ന് വരുന്നതിന് മുമ്പ് തന്നെ ഈ നിലവിൽ നഗരസഭ ഏറ്റെടുത്തു പറയപ്പെടുന്ന ബിൽഡിങ്ങില് 100 പേർക്കെങ്കിലും അവിടെ സൗകര്യം ഏർപ്പെടുത്താൻ കഴിയും. സൂപ്രണ്ടുമായി സംസാരിച്ച് മനസ്സിലായത്. അതേമാതിരി മെഡിസിൻ OP, കുട്ടികളെ OP ഒക്കെ അവിടേക്ക് മാറ്റാൻ കഴിയും. എത്രയും വേഗം അത് ഏർപ്പെടുത്തുന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ആശുപത്രി സംരക്ഷണ സമിതി ചെയർമാൻ സംജീർ വാറങ്കോട്, ഷാജി വാറങ്കോട്, പറമ്പൻ കുഞ്ഞു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN മലപ്പുറം.